അടുത്ത് നമ്മൾ ലാംഗ്വേജ് കണ്ടെത്താനാണ് പറഞ്ഞത്. ആക്സെപ്റ്റ് ബൈ ദി ഓട്ടോമാറ്റ്. നമുക്ക് ഓട്ടോമാറ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ലാംഗ്വേജ് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം. ഇതിലിപ്പം ലാംഡ വരുന്നുണ്ട്. സോ ബി റൈസ് ബി കുറേ തവണ വരുന്നുണ്ട്. അപ്പോൾ ബിയുടെ പവറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബി റൈസ് ടു ഐ എന്ന് എടുത്തു. ഓക്കെ, അടുത്ത് എ ആണ് വരുന്നത്. ആക്സെപ്റ്റ് സ്ട്രിങ്ങിൻ്റെ വരുള്ളൂ. സോ എ എഴുതി. പിന്നെ എന്താ, ബി എന്ന് പറഞ്ഞത് കുറേ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബി റൈസ് ടു കെ എന്ന് എടുത്തു. ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതായത് ബി വേണമെങ്കിൽ എടുക്കാം. ഫസ്റ്റ് ഐ ഈക്വൽ ടു 0 കൊടുത്താൽ 1, ബി ഇല്ലാതെ എ മാത്രം വരാം. അതേപോലെ തന്നെ ഇവിടെയും ബി ഫസ്റ്റത്തെ എടുക്കണം എന്നില്ല. ഓക്കെ, അതാണ് എന്ത് വരുന്നത്, ആക്സെപ്റ്റ് സ്ട്രിങ്. ഇനി അടുത്തത് നിങ്ങൾ നോക്കാം. ഇവിടെയും എന്താണ്, ആക്സെപ്റ്റ് സ്ട്രിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ ആദ്യം എഴുതി. പിന്നെ ഇനി അടുത്തത് ഈ ഒരു ഭാഗത്തിൻ്റെയാണ് എഴുതുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെ എഴുതുമ്പോൾ നിങ്ങൾ നോക്കാം, ഇവിടെ ബി റൈസ് ബി എന്ന് വന്നു. അത് ഈ ബിയും ഇവിടുത്തെ ഒരു ബിയും. അപ്പം എന്താ, ബി റൈസ് ടു ഐ ആണ്. ദെൻ എന്താണ്, ഈ എയും ഇവിടുത്തെ ഒരു എയും. സോ എ റൈസ് ടു ജെ ആണ്. പിന്നെന്താ, ഇവിടുത്തെ ഈ ഒരു ബി റൈസ് ടു കെയും വേണം. അപ്പോൾ ബി റൈസ് ടു ഐ, എ റൈസ് ടു ജെ, ബി റൈസ് ടു കെ. ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് ആൻഡ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. കാരണം ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാൻ കാരണം ഈ ഒരു എ ഇല്ലെങ്കിൽ കൂടി ഈ ഒരു എ എന്തായാലും എടുക്കണം. ഓക്കെ, ഈ ഒരു എ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു എന്തായാലും എടുക്കണം. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി യൂണിയനാണ് എന്ത്, ലാംഗ്വേജ് നമ്മൾ എഴുതിയത്. അടുത്ത ഫിഗർ തന്നിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് 0, പിന്നെ ഇവിടുന്ന് 0, ഇത് 1. അതായത് ഈ ഒരു റൗണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ ചുറ്റി കൊണ്ടിരിക്കാം. 0 1 0 1 1 2. അപ്പോൾ 0 1 റേസ് ടു n എന്ന് കൊടുത്തു. 0 1 റേസ് ടു n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് രണ്ട് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് എന്താ, അത് ആക്സെപ്റ്റഡ് അല്ല, റിജക്റ്റ് ആണ്. അപ്പോൾ അത് എഴുതണമെന്നില്ല. ഓക്കെ, അടുത്ത് നമ്മൾ ഫൈൻഡ് ഡി എഫ് എ തന്നെയാണ് കാണാൻ പറഞ്ഞത്. നമുക്കൊരു ലാംഗ്വേജ് തന്നിട്ടുണ്ട്, അതിന് നമ്മൾ DFA കണ്ടെത്താം. സോ നമുക്ക് തന്നിരിക്കുന്നത് ലാംഗ്വേജ് W സെറ്റ് ദാറ്റ് മോഡ് 3 ഈക്വൽ ടു 0. അതായത് മോഡ് W ഈസ് ഈക്വൽ ടു 0 മോഡ് 3 വരും. അപ്പോൾ മോഡ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡബ്ല്യൂലെ എലമെൻ്റ് ആയിട്ട് നമ്മൾ എനെയും ബിനെയാണ് ചൂസ് ചെയ്യുക. ഓക്കെ, എ ബി ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എ 3 എണ്ണം, ബി 3 എണ്ണം എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, എ 3 എണ്ണം, ബി 3 എണ്ണം. അല്ലെങ്കിൽ എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾസ്. അതാണ് മോഡ് 3 അല്ലെങ്കിൽ മോഡ് 3 പറഞ്ഞാൽ എ ബി പറയുന്നത്, എ ബി എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസോ വരും, അല്ലെങ്കിൽ ലാംഡ വരും. ഓക്കെ, അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഈ ഒരു ലാംഗ്വേജിൻ്റെ. സോ ലാംഡ വന്നാലും എന്താണ്, കുഴപ്പമില്ല. കാരണം ലാംഡ പറഞ്ഞാൽ 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ എന്താ, മോഡ് 3യുടെ മൾട്ടിപ്പിൾസ് അല്ലേ വരിക. ഓക്കെ, 3യുടെ മൾട്ടിപ്പിളാണ് വരിക. പിന്നെ അടുത്ത് എ, ഇത് ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇത് തന്നെയാണ് ഇനീഷ്യൽ സ്റ്റേറ്റും ഇത് തന്നെയാണ് ഫൈനൽ സ്റ്റേറ്റും. സോ എ ബി, അതേപോലെ എ ബി. പിന്നെ ഇവിടെ അവസാനിച്ചിട്ടില്ല, നേരെ തിരിച്ച് ഇങ്ങോട്ടും വരും. ഓക്കെ, എന്നിട്ട് ഇവിടെ എത്തുമ്പോഴാണ് ഇത് അവസാനിക്കുന്നത്, നമ്മൾ ആക്സെപ്റ്റിങ് വരുന്നത്. അപ്പോൾ എന്താ, 3 എയും 3 ബിയും. ഇനി എന്താ വരുന്നത്, ഇനി നമുക്ക് തിരിച്ച് ഇതിന് വീണ്ടും ഒന്നും കൂടി ചെയ്താൽ ഇവിടെ എത്തി അവസാനിക്കാതെ വീണ്ടും തന്നെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, 6 വന്നു. പിന്നെ വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ 9, പിന്നെ വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ 3യുടെ മൾട്ടിപ്പിൾസ് മൊത്തം വരും. അതാണ് മോഡ് W മോഡ് 3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത് ഫൈൻഡ് DFA L ഈക്വൽ ടു W സച്ച് ദാറ്റ് മോഡ് W മോഡ് 5 നോട്ട് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. നോട്ട് ഈക്വൽ ടു 0, അതായത് മോഡ് 5 വരാൻ പാടില്ല. 5ൻ്റെ മൾട്ടിപ്പിൾസ് ഒന്നും വരാൻ പാടില്ല, ബാക്കി എല്ലാത്തിൻ്റെയും മൾട്ടിപ്പിൾസ് വരാം. ഓക്കെ, 5ൻ്റെ മൾട്ടിപ്പിൾസ് വരാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ Q0 Q1 Q2 Q3 Q4 പകരം നമ്മൾ 0 1 2 3 4 എന്നാണ് സ്റ്റേറ്റ്സ് എടുത്തിരിക്കുന്നത്. അത് കുഴപ്പമില്ല, 0 1 2 3 4 എന്നാണ് നമ്മൾ സ്റ്റേറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, എ ഇവിടെ അവസാനിച്ചു. അപ്പോൾ അത് പറ്റും, കാരണം അത് മോഡ് 5 അല്ല. അടുത്തത് ഇവിടെ ലാംഡ വരുന്നില്ല, കാരണം എന്താ, ലാംഡ വന്നത് 5ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരും. ഓക്കെ, അടുത്തത് 2 പ്രാവശ്യം എ വരും, 2 പ്രാവശ്യം ബി വരും. അതും എന്താണ് അവിടെയും ഫൈനൽ സ്റ്റേറ്റ് ആണ്. അടുത്തത് 3 വരും. ഓക്കെ, അടുത്തത് 4 വരും. ഇത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. പക്ഷേ 5 നമ്മൾ ഇങ്ങനെയാണ് എടുക്കണേ, ഇത് ഫൈനൽ സ്റ്റേറ്റ് അല്ല. കാരണം 5ാമത്തെ നമുക്ക് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല, കാരണം ഇവിടെ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മോഡ് 5 നോട്ട് ഈക്വൽ ടു 0യും മോഡ് 3 ഈക്വൽ ടു 0യും നേരത്തെ ചെയ്തത്. ഓക്കെ,
അടുത്ത് ക്യൂ സച്ച് ദാറ്റ് എൽ ഈക്വൽ ടു ഡബ്ല്യു എൻ എ ഓഫ് ഡബ്ല്യു മോഡ് 3 ഗ്രേറ്റർ ദാൻ 1. എൻ എ ഓഫ് ഡബ്ല്യു പറഞ്ഞാൽ നമ്പർ ഓഫ് എ ആണ്. ഡബ്ല്യൂലെ നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്പർ ഓഫ് എ മോഡ് 3 ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ്. അപ്പം എയുടെ എണ്ണം എന്തായിരിക്കണം, 1-നേക്കാളും വലുതായിരിക്കണം. ഓക്കെ, സോ ഇവിടെ എ ആണ് വരുന്നത് കേട്ടോ. അടുത്ത ലാംഗ്വേജ് എൽ ആക്സെപ്റ്റഡ് ബൈ ആൻ എൻ എഫ് എ. നമ്മൾ ഡി എഫ് എ ആക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് നോക്കി, ഇനി നമ്മൾ എൻ എഫ് എ ആക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ്. എൻ എഫ് എ എന്ന് പറഞ്ഞാലും സെയിം ഡെഫിനേഷൻ തന്നെയാണ്. ഡിഫൈൻ ചെയ്യുന്ന ആക്സെപ്റ്റഡ് സ്ട്രിങ്ങിൻ്റെ ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഓഫ് എം ഈക്വൽ ടു ഡബ്ല്യു എലമെൻറ്റ് ഓഫ് സിഗ്മ സ്റ്റാർ സച്ച് ദാറ്റ് ഡെൽറ്റ സ്റ്റാർ ഓഫ് ക്യൂ നോട്ട് ഡബ്ല്യു ഇൻ്റർസെക്ഷൻ എഫ് ഇസ് നോട്ട് ഈക്വൽ ടു എം ടി. ഓക്കെ, ഫൈനൽ സ്റ്റേറ്റും ആ സ്റ്റേറ്റും കൂടിയിട്ടുള്ള ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, എം ടി കിട്ടണം. അതായത് ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ക്യൂ നോട്ട് ഡബ്ല്യു ചെയ്ത് നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ടാവും. ആ സ്റ്റേറ്റ്സുകൾ തമ്മിലിപ്പോൾ അതായത് ഡെൽറ്റ സ്റ്റാർ ഓഫ് ക്യൂ നോട്ട് എ ചെയ്തിട്ടുണ്ടെങ്കിൽ Q1 ഉണ്ട്, അതേപോലെ Q2 ഉണ്ട്, Q3 ഉണ്ട്. ഇത് രണ്ടും കൂടി ഫൈനൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം, ഈ 3 ആവരുത് എന്ത് ഫൈനൽ സ്റ്റേറ്റിൽ. ഈ 3 ഫൈനൽ സ്റ്റേറ്റ് ആവാൻ പാടില്ല. അത് എന്നാലല്ലേ നോൺ എം ടി കിട്ടുള്ളൂ. സോറി, ഇത് 3 ഫൈനൽ സ്റ്റേറ്റിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് എം ടി സെറ്റാന്ന് പറയാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും എന്ത് വേണം, ഫൈനൽ സ്റ്റേറ്റിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ 3 ഉണ്ടായാലും കുഴപ്പമില്ല, കാരണം നോൺ എം ടി ആണ് വരുന്നത്, എം ടി അല്ല വരുന്നത്, നോൺ എം ടി സെറ്റാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ സ്റ്റേറ്റും പിന്നെ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റും തമ്മിൽ ഇൻ്റർസെക്ഷൻ എടുത്ത് നമുക്ക് എന്ത് വേണം, നോൺ എം ടി വേണം. That is the language consists of all string W for which there is a walk labeled is from initial vertex of transition. ഇനീഷ്യൽ വേർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ എവിടെ അവസാനിക്കും, ഫൈനൽ സ്റ്റേറ്റിൽ അവസാനിക്കും. നോക്കാം, കൺസ്ട്രക്ട് ആൻഡ് എൻ എഫ് എ വിത്ത് 3 സ്റ്റേറ്റ്സ് ദാറ്റ് ആക്സെപ്റ്റ്സ് ലാംഗ്വേജ് എ ബി എ ബി സി സ്റ്റാർ. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ്. അങ്ങനെ എനിക്ക് എൻ എഫ് എ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ നോക്കുക, എ ബി എ ബി സി സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും എന്ത് വേണം, ലാംഡ വേണം. അപ്പോൾ നമ്മൾ ക്യൂ നോട്ട് സ്റ്റാർട്ട് ചെയ്തു, അതന്നെ നമ്മൾ എന്ത് ചെയ്തത്, ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് എടുത്തത്. അതന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല, നമ്മളിപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട് അതന്നെ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതന്നെ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് എടുക്കണമെന്നില്ല, ഈ Q2 നിന്ന് ഇങ്ങോട്ട് വരച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ Q3 എന്ന് കൊടുക്കുക, അത് ഫൈനൽ സ്റ്റേറ്റ് ആക്കിയിട്ട് ഈ ക്യൂ നോട്ടിനെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആക്കിയിട്ട് അതിന് ഫൈനൽ സ്റ്റേറ്റ് ആക്കണം എന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ടെക്സ്റ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ എ ബി എ ബി സി സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എ ബി എ ബി സി സ്റ്റാർ ആകുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്, അവിടെ ലാംഡയും കൂടിയും ചൂസ് ചെയ്യുന്നുണ്ട്. സോ എ ബി, അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു സ്ട്രിങ് കഴിഞ്ഞു. അടുത്തെന്താ, എ ബി സി. അപ്പോൾ എ ബി സി സ്റ്റാർ, സോ ലാംഡ. ഓക്കെ, ലാംഡ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇവർ സിയുടെ കൂട്ടത്തിലാണ് ലാംഡ ഇട്ടിക്കുന്നത്. സോ എ ബി സി ലാംഡ എന്നാണ്. ഇതാണ് എന്ത്, എൻ എഫ് എ. അപ്പോൾ എൻ എഫ് എയിൽ എന്തായാലും എന്തുണ്ടായിരിക്കും, ലാംഡ ഉണ്ടായിരിക്കും. അടുത്ത് ഫൈൻഡ് ആൻ എൻ എഫ് എ വിത്ത് 4 സ്റ്റേറ്റ്സ് ഫോർ എൽ ഈക്വൽ ടു എ റേസ് ടു എൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 യൂണിയൻ ബി റേസ് ടു എൻ എ സച്ച് ദാറ്റ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമ്മളോട് എന്ത് പറഞ്ഞത്, 4 സ്റ്റേറ്റ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. എ റേസ് ടു എൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും ബി റേസ് ടു എൻ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് എ റേസ് ടു എൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ലാംഡ എന്തായാലും വേണം, കാരണം എൻ എഫ് എയിൽ ലാംഡ എന്തായാലും വേണം. സോ ലാംഡ നമ്മൾ ഇങ്ങനെ ഇട്ടു. ഇന്ത്യയുടെ സ്റ്റേറ്റിലും ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഇവിടെ ക്യൂ നോട്ടും വരുന്നുണ്ട്, Q1 വരുന്നുണ്ട്, Q3 വരുന്നുണ്ട്. അപ്പം ഫസ്റ്റത്തെ എ റേസ് ടു എൻ ആണ്. ഇവിടെ എന്ത് വരുന്നു, ബി റേസ് ടു എൻ എ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, എ റേസ് ടു എൻ. അപ്പോൾ ക്യൂ നോട്ടിൽ നിന്ന് Q1 ഒരു എ കൊടുത്തു. പിന്നെ എന്താ, എ റേസ് ടു എൻ, എ സ്ക്വയർ, എ 3, എ ക്യൂബ് അങ്ങനെ വരും. അത് അപ്പോൾ ഈ എല്ലിൻ്റെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി യൂണിയൻ ആണ്. യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരാം, ക്യൂ നോട്ടിൽ നിന്ന് തന്നെ വേറൊരു സ്റ്റേറ്റ് എടുക്കുക. അതായത് ക്യൂ നോട്ടിൽ നിന്ന് 2 സ്റ്റേറ്റ്സ് പോകണം. യൂണിയൻ എന്ന് പറഞ്ഞാൽ അതാണ് മീനിങ്. ക്യൂ നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 2 സ്റ്റേറ്റ് പോകണം. ഒരു സ്റ്റേറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഇതാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ ബി റേസ് ടു എന്നും വരുന്നുണ്ട്, എയും വരുന്നുണ്ട്. അപ്പോൾ അവിടെ 3 സ്റ്റേറ്റും കൂടി വേണ്ടി വരും. അത് ക്യൂ നോട്ടിൽ നിന്ന് Q1 പോവും, Q1 നിന്ന് വേറെ സ്റ്റേറ്റിലേക്കും കൂടി പോകണം. അപ്പോൾ ക്യൂ നോട്ടിലേക്ക് ക്യൂ നോട്ടിൽ നിന്ന് Q2 പോയി, എന്താ ബി വെച്ചിട്ട് പോയി, കാരണം ബി റേസ് ടു എന്നാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, Q2 ബീൻ്റെ പവർ കൊടുത്തു. ദെൻ നമുക്ക് എന്ത് വരണം, എയും കൂടി വരണം. എ നമ്മളെവിടെ ഫൈനൽ സ്റ്റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ 4 സ്റ്റേറ്റ് വരണം. അപ്പോൾ നിങ്ങൾ യൂണിയൻ തരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക,
ക്യൂ നോട്ടാണ് ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും എന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്ത് വരും, 2 ഡയറക്ഷനിലേക്ക് വരും. ഒരു യൂണിയൻ്റെ ഒരു സൈഡ് ഈ ഒരു സൈഡിലും എഴുതാം, ഒരു ഭാഗം എന്ത് എഴുതാം, അപ്പുറത്തും എഴുതാം. ഓക്കെ. വിച്ച് ഓഫ് ദ സ്ട്രിങ് ആർ ആക്സെപ്റ്റഡ് ബൈ ഗിവൺ NFA 0 0 0 1 0 0 1 1 0 0 1 0 0 0 0 0 0 0 0. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്ട്രിങ്സ് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുള്ള NFA എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കാം, 0 0 ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. 0 വന്നു. പിന്നെ 0 പോണത് ഇങ്ങോട്ടാണ് പോണത്, പക്ഷെ അവിടെ എന്തല്ല, ഫൈനൽ സ്റ്റേറ്റ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് ആക്സെപ്റ്റ് ചെയ്യണില്ല. അടുത്ത നോക്കാം, 0 1 ഇവിടെ വന്നു, ഒരു 1 വന്നു. പിന്നെന്താ 0, അല്ലെങ്കിൽ അങ്ങനെ പോണ്ട, ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണില്ല. പിന്നെ 0 അത് കഴിഞ്ഞിട്ട് പിന്നെന്താ വരുന്നത്, 0 ആണ് വരുന്നത്, പക്ഷേ 0 വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരെ തിരിയാം. അപ്പോൾ ഇവിടെ 0 വന്നു, പിന്നെ 1 വന്നു, പിന്നെ വീണ്ടും 0 ഇങ്ങോട്ട് വരിക, എന്നിട്ട് വീണ്ടും 1 അങ്ങോട്ട് പോവുക, എന്നിട്ട് വീണ്ടും 0. ഒരു മിനിറ്റ്, ഞാൻ ഇതാണ് പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ നമുക്ക് നോക്കേണ്ടത്. ആദ്യം 0 വന്നു, പിന്നെ 1, പിന്നെ 0 കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരാൻ 0 ഇല്ല. അപ്പോൾ നമുക്കത് വേണ്ട, ഈ ഒരു വഴി ചൂസ് ചെയ്യാം. 0 വന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് 0 വരാം, കാരണം ഇവിടെ 1ഉം 0യും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ 1 വന്നു. അപ്പോൾ ഇതെന്തായി, ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത് നോക്കാം, 1, അതായത് ഇതേ തന്നെ 1ഉം 0യും ഉണ്ടോ, 1, പിന്നെന്താ 0, പിന്നെ 0, പിന്നെ 1, പിന്നെ 0. ഇങ്ങോട്ട് വേണമെങ്കിൽ പോവാം, അവിടെ എന്തല്ല, ആക്സെപ്റ്റ് ചെയ്യണില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോയാലും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ എന്താ, ഇത് റിജക്റ്റഡ് സ്ട്രിങ് ആണ്. ഓക്കെ. അടുത്തത് 0 0 0. അപ്പോൾ 0 0 0 അതെന്താണ്, ആക്സെപ്റ്റഡ് ആണ്. അതേപോലെ ഇപ്പോൾ 0 0 എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കാനേ പറ്റില്ല, ഇവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അത് പറ്റില്ല. സോ 0 0 0. അപ്പോൾ നമുക്ക് അത് ആക്സെപ്റ്റഡ് ആണ്. അപ്പോൾ ഇതിൽ 2 എണ്ണം ആക്സെപ്റ്റഡ് ആയി. ഇനി അടുത്ത് 0 0 0, 4 0 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 0 പോയി, പിന്നെ 0 ഇങ്ങോട്ട് വന്നു, പിന്നെ 0 ഇങ്ങോട്ട് വന്നു, മൂന്നാമത്തെ 0 ഇങ്ങോട്ട് 0 വന്ന് 4 0 ആയി. പക്ഷെ എന്തില്ല, അത് ഇനി ഫൈനൽ സ്റ്റേറ്റിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതും റിജക്റ്റഡ് ആണ്. അപ്പോൾ ആക്സെപ്റ്റഡ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കിട്ടതാണ് ആക്സെപ്റ്റഡ് ആയിട്ട് വരുന്നത്, റിജക്റ്റഡ് ആ ഇൻറ്റു ഇട്ടത് റിജക്റ്റഡ് ആയിട്ടും വരുന്നത്. ഓക്കെ. അടുത്ത ഇക്വാലൻസ് ഓഫ് DFA ആൻഡ് NFA. DFAയുടെയും NFAയുടെയും ഇക്വാലൻസ് ആണ് പറയുന്നത്. 2 ഫൈനൈറ്റ് ആക്സെപ്റ്റേഴ്സ് M1 ആൻഡ് M2 ആർ സെറ്റ് ടു ബി ഇക്വാലൻറ്റ് ഇഫ് L of M1 ഈക്വൽ ടു L of M2, ദാറ്റ് ഈസ് ഇഫ് ദേ ബോത്ത് ആക്സെപ്റ്റ് ദി സെയിം ലാംഗ്വേജ്. അതായത് 2 ഫൈനൈറ്റ് ആക്സെപ്റ്റേഴ്സ് ഉണ്ട്, M1 ആൻഡ് M2 എന്ന് പറയുന്നത്. ഫൈനൈറ്റ് ആക്സെപ്റ്റേഴ്സ് അതിന് ഇക്വാലൻ്റ് എന്ന് പറയണമെങ്കിൽ L of M1ഉം L of M2 എന്തായിരിക്കണം, ഈക്വൽ ആണ്. M1ൻ്റെ ലാംഗ്വേജും M2ൻ്റെ ലാംഗ്വേജും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് ഇഫ് ദേ ബോത്ത് ദി സെയിം ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അത് DFAൻ്റെ NFAൻ്റെ പറയണേ, DFAൻ്റെ M1 എന്നും NFAൻ്റെ M2 എന്നും എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ 2 ഗ്രാഫാണ് DFA MFA. സോ DFAയിൽ അല്ല, ഏതെങ്കിലും അല്ല, 2 ഫൈനൈറ്റ് ആക്സെപ്റ്റേഴ്സിനെ പറയുള്ളൂ. ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് ആക്സെപ്റ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഫൈനൈറ്റ് സ്റ്റേറ്റ് ഉണ്ടായാൽ അതെന്താണ്, ഫൈനൈറ്റ് ആക്സെപ്റ്റർ ആണ്. ഓക്കെ. നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ആക്സെപ്റ്റർ ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ആക്സെപ്റ്റർ എന്നല്ല പറയുന്നത്. സോ DFA NFA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും 2 ഫൈനൈറ്റ് ആക്സെപ്റ്റേഴ്സ്, ഒന്നുകിൽ 2ഉം DFA ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 2ഉം NFA ആവാം, അല്ലെങ്കിൽ 1 DFAയും 1 NFA ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ നോക്കാം, നമുക്ക് അത് DFA ആണോ NFA ആണോ നോക്കാം. അപ്പോൾ ലാംഡ ഉണ്ട്, രണ്ടിലും ലാംഡ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതെന്താണ്, NFA ആണെന്ന് പറയാം. ഇല്ല, NFA ആണെന്ന് പറയാനായിട്ടില്ല, കാരണം ലാംഡ കൊടുത്ത് വെച്ചിട്ട് നമുക്ക് NFA ആണെന്നില്ല. കാരണം നമുക്ക് ട്രാൻസിഷൻ ടേബിൾ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആണ്. എംപ്റ്റി സ്ട്രിങ് അല്ലെങ്കിൽ എംപ്റ്റി സ്റ്റേറ്റ് വന്നാൽ അത് എന്താവുള്ളൂ, അത് NFA ആവുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ 0 1 എന്നാണ് വരുന്നത്. Q0 Q1 Q2. Q2ന് 0 Q0ന് 0 കൊടുത്താൽ എന്താ, Q0ന് 0 കൊടുത്താൽ ഇവിടെ ലാംഡ വരുന്നുണ്ട്. സോ നമുക്ക് എന്താ പറയാം, Q2 എന്നിടാം. ഓക്കെ. Q0ന് 1 കൊടുത്താൽ Q1, Q1ന് 0 കൊടുത്താൽ Q2, Q1ന് 1 കൊടുത്താൽ Q2. ദെൻ
Q2 ഇവിടെ നോക്കാം. Q1 0 കൊടുത്താൽ Q2 വരുന്നുണ്ട്, Q0 വരുന്നുണ്ട്. അപ്പോൾ സെറ്റിൽ Q2 Q0. അപ്പോൾ ഇവിടെ എന്താ, ഇത് NFA ആയി. അടുത്തത് Q2 0 കൊടുത്താൽ ഇവിടെ 0 കൊടുക്കാനില്ലല്ലോ. സോ എം ടി ആണ് വരുന്നത്. Q2 0 കൊടുത്താലും എം ടി, Q2 1 കൊടുത്താലും എം ടി ആണ് വരുന്നത്. ഓക്കെ. ദെൻ അടുത്തത്, അപ്പോൾ ഫസ്റ്റത്തെ എന്താണ്, NFA ആണ്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത 0 1 Q0 Q1 Q2 ആണ്. അപ്പോൾ ഇതിന് എന്ത് അയക്കണം, രണ്ടിനും സെയിം ലാംഗ്വേജ് അയക്കണം. അപ്പോൾ Q0 0 കൊടുത്താൽ എന്ത് വരും, Q2 വരും. ആൻഡ് Q0 1 കൊടുത്താൽ Q1, ആൻഡ് Q1 0 കൊടുത്താൽ Q0, അതേപോലെ Q0 മാത്രമേ ഉള്ളൂ. Q1 1 കൊടുത്താൽ Q2, ആൻഡ് Q2 0 കൊടുത്താൽ Q2, Q2 1 കൊടുത്താൽ Q2. അപ്പോൾ ഇതെന്താണ്, ഇത് DFA ആണ്. ഇത് NFAയും ഇത് DFA ആണ്. ഇത് NFA ആൻഡ് ഇറ്റ് ഈസ് DFA. അപ്പോൾ NFAയും DFA ആണോ നോക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ട്രാൻസിഷൻ ടേബിൾ വരച്ച് നോക്കാം. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല. അതുകൊണ്ട് DFAയും NFAയും ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കാം. അപ്പോൾ നമ്മുടെ M1 എന്താ, M1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഏതൊക്കെ ഫസ്റ്റ് നമ്മുടെ സ്റ്റേറ്റ് DFAൻ്റെ ഡെഫിനിഷൻ എന്താ, Q സിഗ്മ ഡെൽറ്റ Q ആൻഡ് അടുത്തത് F, Q0 F അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്. അപ്പോൾ M1 പറഞ്ഞാൽ Q0 Q1 Q2, സിഗ്മ പറഞ്ഞാൽ 0 1, ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ തന്നെ, ഇനീഷ്യൽ സ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ Q0, ഫൈനൽ സ്റ്റേറ്റും എന്താണ് Q0 തന്നെയാണ്. അതേപോലെ M2ൻ്റെ എന്താ വരിക, സെയിം തന്നെ വരിക. കാരണം Q0 Q1 Q2 മൂന്നെണ്ണമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, ജസ്റ്റ് ഒന്ന് ഇതിൽ എഴുതിയിട്ടില്ല. സോ Q0 Q1 Q2. ദെൻ അടുത്തത് ഇവിടെ സിഗ്മ സിമ്പിൾസ് ആയിട്ട് 0 1 ആണ് വരുന്നത്. സോ 0 1, ദെൻ ഡെൽറ്റ ആൻഡ് അടുത്തത് ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 ആണ്, ആൻഡ് ഫൈനൽ സ്റ്റേറ്റും Q0 ആണ്. അപ്പോൾ രണ്ടും എന്താണ്, സെയിം ആയിട്ടാണ് വരുന്നത്. ദെൻ L of M1 നോക്കാം. L of M1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഫസ്റ്റ് 1 ആണ് വരുന്നത്. അപ്പോൾ 1, പിന്നെന്താ 0 അല്ല 1 ഫൈനൽ സ്റ്റേറ്റിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ് ആണ്. ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, ലാംഗ്വേജ് ആയിട്ട് എഴുതുക. സോ 1 ഇവിടെ 0 പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ Q2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് നോട്ട് ഫൈനൽ സ്റ്റേറ്റ്. സോ Q1 ഇവിടെ 0. ഓക്കെ. അപ്പോൾ 1 0 1 0 1 0 എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് തരും. അപ്പോൾ 1 0 റേസ് ടു n എന്ന് പറയും. ഓക്കെ. ഏതിൻ്റെ, നമ്മുടെ NFAൻ്റെ ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ L of M1 = 1 0 റേസ് ടു n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആൻഡ് നെക്സ്റ്റ് അതേപോലെ തന്നെ നോക്കാം. ഇവിടെ ഫസ്റ്റ് 1 വന്നു, പിന്നെ 1 ഇങ്ങോട്ട് പോയാൽ പക്ഷേ അത് എന്തല്ല, ആക്സെപ്റ്റ് ചെയ്യുന്നല്ല, റിജക്റ്റ് ചെയ്യുന്നതാണ്. സോ 1 0 1 0 1 0 എന്ന് വരും. സോ L of M2 എന്ന് പറഞ്ഞത് എന്താ, സെയിം ആണ് വരുന്നത്. അപ്പോൾ രണ്ട് ലാംഗ്വേജസും ഈക്വലായി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ NFAയും DFAയും ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ. NFAയും DFAയുടെയും ഇക്വാലൻസ് അങ്ങനെയാണ്. L of M1ഉം L of M2 ഈക്വൽ ആണ്. അതായത് M1ൻ്റെയും M2ൻ്റെയും ലാംഗ്വേജസ് ഈക്വൽ ആവണം. സോ നിങ്ങൾ ആദ്യം നമുക്ക് ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ഈക്വൽ ആണോ നോക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ എന്ത് നോക്കുക, NFAയും DFA ആണോ നോക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ലാംഗ്വേജ് എഴുതുക. അപ്പോൾ ലാംഗ്വേജ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ ആക്സെപ്റ്റഡും വരും റിജക്റ്റഡും വരണം. കാരണം അതിൻ്റെ രണ്ട് യൂണിയൻസ് ആണ് നമുക്ക് ലാംഗ്വേജ് വരിക. പക്ഷേ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലാംഗ്വേജ് ആയിട്ട് എഴുതുമ്പോൾ ആക്സെപ്റ്റിംഗ് സ്ട്രിങ് മാത്രം എഴുതിയാൽ മതി, റിജക്റ്റഡ് സ്ട്രിങ് എഴുതണം എന്നില്ല. ഓക്കെ. Then അടുത്തത്, since a DFA is in essence of restricted kind of an NFA, it is clear that any language is accepted by a DFA, it is also accepted by some NFA. അതായത് DFA ആക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ, അതായത് നമ്മൾ NFA തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യും, DFA കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഏകദേശം ഒരേ റെസ്ട്രിക്ഷൻ ആയിരിക്കും DFAയ്ക്കും NFAയ്ക്കും ഉണ്ടാവുക. സോ നമുക്ക് എന്ത് പറയാം, ഏത് ലാംഗ്വേജ് ആണോ DFA ആക്സെപ്റ്റ് ചെയ്യുന്നത് അതേ സെയിം ലാംഗ്വേജ് തന്നെ NFAയും ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാം. അടുത്ത എ റെഗുലർ ലാംഗ്വേജ്. A language L is called a regular language if there exists some deterministic finite acceptor M such that L equal to L of M. അതായത് ഒരു ലാംഗ്വേജ് Lനെ നമ്മൾ റെഗുലർ എന്ന് പറയണമെങ്കിൽ അതിൽ ഒരു ഡിറ്റർമിനിസ്റ്റിക്, അതായത് ഒരു DFA എക്സിസ്റ്റ് ചെയ്യും, M എന്ന് പറഞ്ഞിട്ടൊരു DFA എക്സിസ്റ്റ് ചെയ്യും. കണ്ടീഷൻ എന്താ വെച്ചാൽ ആ L ഈക്വൽ ടു അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു. എന്താണ് ഒരു ലാംഗ്വേജിനെ നമ്മൾ റെഗുലർ ലാംഗ്വേജ് എന്ന് പറയണമെങ്കിൽ അതിലെന്തുണ്ടായിരിക്കണം, ഈ ലാംഗ്വേജിന്
ആക്സെപ്റ്റ് ചെയ്യുന്ന, അതായത് ഇതേ സെയിം ലാംഗ്വേജ് വരുന്ന എന്തുണ്ടായിരിക്കണം, ഒരു ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ആക്സെപ്റ്റർ ഉണ്ടായിരിക്കണം. ഒരു DFA അല്ലെങ്കിൽ ഒരു M അവിടെ എക്സിസ്റ്റ് ചെയ്യണം. അതിപ്പോൾ ഒരു DFAയിൽ ഈ ഒരു L സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഏതാണോ നമുക്ക് തരുന്ന ലാംഗ്വേജ്, ആ ലാംഗ്വേജ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എന്തുണ്ടായിരിക്കണം, ഒരു ഫൈനൈറ്റ് ആക്സെപ്റ്റർ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ദി ലാംഗ്വേജ് L ഈക്വൽ ടു AWA സച്ച് ദാറ്റ് W എലമെൻറ്റ് ഓഫ് AB സ്റ്റാർ ഈസ് റെഗുലർ. എന്നിട്ട് നമുക്ക് ഗ്രാഫും തന്നിട്ടുണ്ട്. ഈ ലാംഗ്വേജ് ഈ DFAയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതായത് ഈ ലാംഗ്വേജ് റെഗുലർ ആണോ ഈ DFAയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു DFA നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അത് DFA ആണോ NFA ആണോ എന്നൊന്നും അറിയില്ല, നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിൽ ഈ ഒരു ലാംഗ്വേജ് റെഗുലർ ആണോ എന്നാണ് നമ്മളോട് ചോദ്യം. അപ്പോൾ നമുക്ക് എന്തറിയാം, ഇതിൽ നോക്കാം. AWA എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരാം, A മാത്രം വരാം. ഓക്കെ, പിന്നെ എന്ത് വരാം, ABA എന്ന് വരാം. പിന്നെ ലാംഡ A ആണ് A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A വരാം, 3 പ്രാവശ്യം A വരാം. അല്ലെങ്കിൽ ABBA, അങ്ങനെയാണ്, അതാണ് സ്ട്രിങ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താ ആക്സെപ്റ്റ് ചെയ്യുന്ന, ഈ ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് ആക്സെപ്റ്റർ എവിടെ ഉണ്ടായിരിക്കണം, ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് കരുതിയിട്ട് ഈ ഒരു ഇതിൽ മൊത്തം ഈ ഒരു ലാംഗ്വേജിൽ ഈ ഒരു ഗ്രാഫിൽ മൊത്തം നമ്മളുടെ ഈ ഒരു ലാംഗ്വേജ് വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ എന്തുണ്ടായാൽ മതി, ഈ ഒരു ലാംഗ്വേജ് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് ആക്സെപ്റ്റർ ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം എന്ത് വേണം, ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഫൈനൽ സ്റ്റേറ്റിൽ എൻഡ് ചെയ്യണം. സോ ഇവിടുന്ന് Q0 A വന്നു, ഫസ്റ്റ് ലാസ്റ്റ് എന്തായിരിക്കാം, A ആയിരിക്കണം. സോ A ആക്സെപ്റ്റ് ചെയ്തു, സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ABA വീണ്ടും സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്തു. ABAA വീണ്ടും എന്തായി, നമ്മുടെ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തുണ്ട്, ഈ ഒരു ഗ്രാഫിൽ നമ്മുടെ ഈ ഒരു ലാംഗ്വേജ് എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു എന്ത് കിട്ടി, ഒരു DFA കിട്ടി. സോ നമുക്ക് എന്ത് പറയാം, ഈ ലാംഗ്വേജ് റെഗുലർ ആണെന്ന് പറയാം. അതേപോലെ തന്നെ അടുത്തത് L2 AW1A AW2A, ഇത് ഒരു റെഗുലർ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് DFA തന്നിട്ടുണ്ട്, അതിൽ നമ്മൾ AW1A എന്നാണ്. അപ്പോൾ A ഫസ്റ്റ് കണ്ടീഷൻ എന്താ, 4A വരാം. അപ്പോൾ A 4A ആയി. പിന്നെ അതിൻ്റെ നടുവിൽ W1 വരുന്നുണ്ട്, അപ്പോൾ B വേണമെങ്കിൽ വരാം, B raised to N വരാം. പിന്നെന്താ A എത്ര A വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രിങ്ങും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റി, ഒരു DFA നമുക്ക് കണ്ടെത്താൻ പറ്റി. സോ അത് ഇതിന് പുറമെ, അതായത് ഈ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യുക, അതായത് ഈ സ്ട്രിങ് അല്ലാതെ ഇഷ്ടംപോലെ സ്ട്രിങ്സ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഈ ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു DFA നമുക്ക് കിട്ടിയ, ഒരു ഫൈനൈറ്റ് DFA നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം, ഇത് റെഗുലർ ആണെന്ന് പറയാം. അപ്പോൾ ഇതും എന്താണ്,